നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ലിൻഡോ കീറ്റിക്കൽ. ഇന്നിപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ആരാന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. പണ്ടത്തെ ആടുകർഷകർക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് ബാബു ചേട്ടനാണ്. ഇടുക്കിയിലാണ് സ്ഥലം. പഴയ തലമുറക്കാർക്ക് എല്ലാവർക്കും അറിയാം ബാബു ചേട്ടൻ ആരാണെന്ന്. ആളുടെ വീഡിയോസൊക്കെ നമ്മൾ പല ചാനലുകളിലും യൂട്യൂബ് ചാനലിലും TV ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇടുക്കിയിലാണ് സ്ഥലം. ഇപ്പോൾ ഈ മുട്ട നിൽക്കുന്നത് ഇപ്പോൾ തൽക്കാലം ഇടുക്കിയിലാണ് കേട്ടോ. ഇപ്പോൾ JPയുടെ ക്വാളിറ്റി എല്ലാവർക്കും അറിയാം. അവൻ്റെ ഫേസ് പഞ്ച്, ചെവിയുടെ ലെങ്ത്ത്, ഇടനീളം, മുടി, ഇതൊക്കെയാണ് നോക്കണത്. ബാബുചേട്ടൻ നോക്കി എത്ര സ്നേഹത്തിലാണ് വളർത്തിയെന്നൊക്കെ. തല്ല് പോലും ഇല്ല ബാബുചേട്ടൻ. ആടിനെ സ്നേഹിച്ച് മാത്രം വളർത്താൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ബാബുചേട്ടൻ. ഇപ്പോൾ എത്ര സ്നേഹത്തിൽ ആൾ വളർത്തിയെന്ന് അറിയും ഈ ആടിനെ. പക്ഷെ ഇപ്പോൾ ആൾക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ അവനെ കൊണ്ടുപോവാണ്. കാരണം ആൾക്ക് പ്രായത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആൾ ഈ ആടിനെ ഞങ്ങൾക്ക് തന്നത് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ക്വാളിറ്റി ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അവനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ശരീരവും ചെവിടും മുടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പിന്നെ അവനെ വളർത്തിയ രീതി, അവൻ 6 മാസത്തിൽ UP നിന്ന് കൊണ്ടതാണ്. ഇപ്പോൾ ഈ കുട്ടി പുല്ല് കൊടുക്കുന്നുണ്ട്, വളരെ ജെൻറ്റിലായിട്ട് പെരുമാറുന്നുണ്ട് ആടും. പക്ഷേ അത് വിചാരിച്ചിട്ട് ബാക്കിയുള്ള JP ആടുകളുടെ അടുത്ത് കുട്ടികളെ വിടരുത് കേട്ടോ. പറയാൻ കാരണം UP നിന്ന് വരുന്ന JP മുട്ടന്മാർ കൂടുതലും അവർ അഗ്രസീവായിട്ട് വളർത്തിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ കുട്ടികളൊന്നും അടുത്ത് വിടരുത്, അവർ ആക്രമണ സ്വഭാവമുള്ളതായിരിക്കും. പക്ഷേ ഇത് ബാബുചേട്ടൻ അത്രയും സ്നേഹത്തിൽ 6 മാസത്തിൽ ചെറുപ്പത്തിൽ കൊണ്ടുവന്ന് വളർത്തിയ കാരണം അവന് ഇത്ര സ്നേഹമുള്ളൊരു നല്ലൊരു ആടായി വന്നെന്ന് മാത്രം. ആശാൻ ഇപ്പോൾ ഈ കുട്ടിയെ ഇവൻ്റെ അടുത്ത് കളിക്കുന്നുണ്ട. ഇതേപോലെ എല്ലാ JPയും കളിക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ JPകളെ എടുത്ത് നമ്മൾ UP നിന്നൊക്കെ വന്ന ആടുകളാണെങ്കിൽ എപ്പോഴും സൂക്ഷിച്ച് കണ്ടു നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇപ്പോൾ പല്ല് ബാബുചേട്ടൻ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അവൻ്റെ വയസ്സ് എത്രയെന്ന് എല്ലാ ആട് കർഷകർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ആടിനെ വളർത്തി പരിചയമുള്ള എല്ലാ ആട് കർഷകർക്കും അറിയാം പല്ല് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര വയസ്സായെന്ന്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഈ ബാബുചേട്ടൻ്റെ മുട്ടനെ നോക്കിയാൽ എത്ര നല്ല ക്വാളിറ്റിയാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കുറേ JPകളൊന്ന് ഇറങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് ബാക്കിൽ ഇതേപോലെ മുടി കാണില്ല. ഇത്രയും മുടിയുള്ള മുട്ടന്മാർ കുറവായിരിക്കും. ഇപ്പോൾ ക്വാളിറ്റി നോക്കുമ്പോൾ ഫേസ് പഞ്ച്, ചെവിടിൻ്റെ നീളം, ചെവിടിൻ്റെ ലെങ്ത്ത്, ആ ചെവിട് മടങ്ങി കിടക്കുന്ന രീതി, അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ താട, ബാക്കിലെ മുടി, ഫ്രണ്ടിലെ മുടി, പിന്നെ ഇടനീളം, ഹൈറ്റ്, പൊക്കം, അതൊക്കെ നോക്കിയിട്ടാണ് ഒരു JP മുട്ടൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുക കേട്ടോ. അപ്പോൾ ഇവൻ വളരെ സൈലൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇടുക്കിയിൽ നമുക്ക് പുല്ലിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായിട്ട് പുല്ല് കൊടുത്തിട്ട് തന്നെയാണ് ആൾ വളർത്തിയത്. ആൾ ഇത്രയും സ്നേഹിച്ചിട്ട് വളർത്തിയ മുട്ടനാണ്. അതുകൊണ്ട് അവന് നല്ല സ്നേഹമുള്ള ക്യാരക്ടറാണ്, നല്ല ക്യാരക്ടറാണ്. അക്രമ സ്വഭാവം തീരെ കുറവാണ്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത്, ഇനി ഒരാഴ്ച ഇവൻ എറണാകുളത്ത് ബേസിലിൻ്റെ വീട്ടിലുണ്ടാവും കേട്ടോ. ബേസിലിനെ എല്ലാവർക്കും അറിയാം. ഞാൻ മുന്നേ അവൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വിഷമത്തോടുകൂടിയാണ് കൊണ്ടുപോകണേ, പക്ഷേ ഇവനെ കൊണ്ടുപോയേ പറ്റൂ. ഇനി ഇവനൊരാഴ്ച ബേസിലിൻ്റെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ, നല്ല JP ഫീമെയിൽസൊക്കെ ഉള്ളവർ അവിടെ കൊണ്ടുപോയി ക്രോസ് ചെയ്യിക്കുക. ഒരാഴ്ച മാത്രമാണ് ഈ ഒരു അവസരം ഉണ്ടാവുള്ളൂ. റേറ്റും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും, പഴയ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ. ഒരാഴ്ച അവൻ കേരളത്തിൽ ഉണ്ടാവും. ബേസിലിൻ്റെ വീട്ടിൽ പെരുമ്പാവൂരുണ്ടാവും. അപ്പോൾ കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, എറണാകുളം, പറവൂർ ഉള്ളവരൊക്കെ നല്ല JP ഫീമെയിൽസ് ഉള്ളവർ, താല്പര്യമുള്ളവർ അവിടെ കൊണ്ടുപോയി ക്രോസ് ചെയ്യിക്കുക കേട്ടോ. എത്രയും ക്വാളിറ്റിയുള്ള മുട്ടന്മാർ കേരളത്തിൽ ഇനി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ഇതിപ്പോൾ അവനെ തള്ളിക്കയറ്റാണ്, വേറെ മാർഗമൊന്നുമില്ല. കാറ്റടി കൊള്ളാണ്ടിരിക്കാനാണ് അവനെ ഒമിനിയിൽ കയറ്റണം കേട്ടോ. നിങ്ങൾ വിചാരിക്കാൻ എന്ത് അവനെ ഒമിനിയിൽ ഇത്ര ബുദ്ധിമുട്ടിച്ച് കയറ്റണമെന്ന്. കാറ്റടി കൊള്ളാണ്ടിരിക്കാൻ കുറച്ച് ദൂരമുണ്ട്. ഇനി ഇടുക്കിയിൽ നിന്ന് എറണാകുളത്ത് എത്തണ്ടേ. എറണാകുളത്ത് എത്തണ വരെ അവൻ സേഫായിട്ട് പോകണം. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒമിനി ചൂസ് ചെയ്തത് കേട്ടോ. പറഞ്ഞ പോലെ ഒരാഴ്ച അവൻ എറണാകുളത്തുണ്ടാവും.
അപ്പോൾ താല്പര്യമുള്ളവർ ബേസിലിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബേസിലിന് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിളിച്ചിട്ട് മാത്രം പോവുക. വിളിക്കാതെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ആരും പോകരുത്. വിളിച്ചിട്ട് പോവാം. അപ്പോൾ അവന് ഫ്രീ ഉണ്ടെങ്കിൽ അവന് ക്രോസിങ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ 500 രൂപയാണ് അവൻ വാങ്ങുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം. ഇനിയപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.